സാർ അവൻ്റെ പ്രായവും കുടുംബമൊന്നും നോക്കണ്ട. അവൻ ചാവേണ്ടവൻ തന്നെയാണ്. സാറിനറിയും ഇവളെ കെട്ടിക്കൊണ്ട് വന്നതിനാന്ന് പോലെ ഞാൻ അറിയാൻ സഹിക്കുക. ഇവള് മാത്രമല്ല, ആ നാട്ടിലുള്ള ഒരുപാട് പെൺപിള്ളേർ അവനെ പേടിച്ച് ജീവിക്കുന്നുണ്ട്. സാറേ, കല്യാണം കഴിഞ്ഞ് 5-6 വർഷമായിട്ട് ഞങ്ങൾക്ക് കുട്ടികളില്ല. ഒരുപാട് പ്രാർത്ഥനയുടെ നേർച്ചയുടെയും പരമായിട്ടാണ് ഇവൾ കഴിഞ്ഞ വർഷം ഗർഭിണിയായത്. ഇവൾ മാസം തങ്ങിയിരിക്കുമ്പോൾ ഞാനില്ലാത്തൊരു സമയം നോക്കി അന്ന് എൻ്റെ വീട്ടിലോട്ട് വരും. ചേച്ചി എന്തിനാ അടിച്ചത്? കൊന്നതാ സാറേ. അവനെ വെട്ടി ഞുറുക്കിയത് ഞാനാ. ആ പിഴച്ചവൻ്റെ ശവനെ ഉണ്ടാക്കിയവർ പോലും കാണാൻ പാടില്ലെന്ന് എനിക്കുണ്ടായിരുന്നു. ഹലോ. ഹലോ സാറേ, മൊഴി എടുത്തായിരുന്നോ? മൊഴി എടുത്തായിരുന്നു. എന്നാൽ പിന്നെ റിമാൻഡിനുള്ള കാര്യങ്ങൾ ചെയ്തേക്കട്ടെ. അവിടെ നില്ലേ, എന്തോ ഒരു പന്തികേടുള്ള പോലെ. ഈ ആൾക്കാരെ വെട്ടിമുറിച്ച് പീസാക്കണ പരിപാടി നമ്മളിതിനു മുമ്പ് കണ്ടിട്ടുണ്ട്. അതൊരു സൈക്കിക് ബിഹേവിങ്ങിൻ്റെ ഭാഗമാണ്. പക്ഷേ ഇതങ്ങനെയല്ല. ഇത് ഒരുമാതിരി ഇറച്ചിക്കട വെട്ടും പോലെ, കൃത്യ അളവിനും തൂക്കത്തിലും ഒക്കെ വെട്ടിമുറിച്ച പോലെ. അവൻ്റെ തലയും ഇൻറ്റേർണൽ ഓർഗൻസൊക്കെ പല സ്ഥലങ്ങളിലും കുഴിച്ചിട്ട നിലയിലാണ് കിട്ടിയത്. പക്ഷെ അതല്ലടോ, ആ പെണ്ണില്ലേ, അവൾ വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഫേസ്, എവിടെയോ കണ്ടു മറക്കണൊരു മുഖം.